ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ബാക്കി വന്ന 2 കപ്പ് ചോറ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മൾക്ക് ഇതിലേക്ക് കറിയൊന്നും വേണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ചൂട് കട്ടൻ ചായയുടെ ഒപ്പമൊക്കെ കഴിക്കാനും. പിന്നെ കുട്ടികൾ വൈകിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്നും അധികം ഉപയോഗിക്കാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതിലേക്ക് ആദ്യം 2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 കപ്പ് റവ എടുക്കുമ്പോഴാണ് കേട്ടോ നമുക്ക് 2 കപ്പ് ചോറ് വേണ്ടത്. നമ്മൾ എത്ര റവ എടുക്കണോ അതിനനുസരിച്ച് നമ്മൾ ചോറ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതാ ഞാൻ 2 കപ്പ് റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കി വന്ന ചോറ് ഫ്രിഡ്ജിൽ വെച്ചതാണ് കേട്ടോ. തണുപ്പൊക്കെ വിട്ടതിന് ശേഷമാണ് ഞാൻ അത് അളന്നെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1 കപ്പ് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള രണ്ടാമത്തെ കപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളമൊന്നും അധികമായി പോകണ്ട കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നമ്മളിത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മളിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചോറൊന്ന് അരഞ്ഞ് കിട്ടാനാണ്. അപ്പോൾ നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ 1 ടേബിൾ സ്പൂൺ മധുരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല തിക്കാണ്. അപ്പോൾ ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. അത് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഇനി നമ്മളിതാ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത ബൗളിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളമൊന്നും ചേർത്തെടുക്കണ്ട. മൊത്തത്തിൽ നമുക്ക് 2.5 കപ്പ് വെള്ളമാണ് കേട്ടോ വന്നിട്ടുള്ളത്. കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മുടെ ബാറ്റർ. ഇനി നമുക്കിതിലേക്ക് ഒരു ചേരുവ ഉണ്ടാക്കിയെടുക്കണം. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ പാന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണ് കടുകും 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ഒരു 1/2 ടീസ്പൂണ് ഉലുവയാണ് കേട്ടോ. മുഴുവനായിട്ടുള്ള ഉലുവയല്ല കേട്ടോ, ഉഴുന്നാണ്. അതുകൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടി ഒന്ന് നല്ലോണം മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ ഒരു സവാളയും 2 പച്ചമുളകും ചെറുതായി കട്ട് ചെയ്തതാണ് അതുകൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഒന്ന് കളർ മാറി വന്നാൽ മതി കേട്ടോ. കൂടുതൽ നേരം ഒന്നും വഴറ്റിയെടുക്കണ്ട. ഒന്ന് വഴന്ന് വന്നാൽ മതി. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഇതാ നമ്മൾ വഴന്ന് വന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറോളം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നമ്മൾ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മസാലയിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നല്ലോണം ഇളക്കിയെടുക്കാം. പിന്നെ നമ്മൾ സോയാ സോസാണ് കേട്ടോ. സോയാ സോസ് 1 ടേബിൾ സ്പൂണും ടൊമാറ്റോ സോസ് 1 ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. ബാക്കി വന്ന ചോറ് നിങ്ങൾ ഒരിക്കലും കളയൂല. അപ്പോൾ അതാ നല്ലോണം മിക്സ് ആക്കിയിട്ടുണ്ട്. ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ സോസുകൾ ഒഴിച്ചിട്ട്. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ ഒന്ന് അത്യാവശ്യം ഇട്ട് കൊടുക്കുക കേട്ടോ. ഉണ്ടെങ്കിൽ ഞാനൊരു പിടിയോളം എടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ എടുക്കണത്. ഇപ്പോൾ ദാ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ മാവിൻ്റെ തിക്ക് ഇതുപോലെയാണ്. ഇനി നമ്മളിത് ചൂടാറിയതിൻ്റെ ശേഷം ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ മാവിൽ ഇതൊന്ന് നല്ലോണം മിക്സ് ആവട്ടെ. നമ്മൾ ചൂടാറിയതിൻ്റെ ശേഷം ഇട്ടെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മാവൊക്കെ കട്ട കുത്തും. അപ്പോൾ ഇതാ നമ്മൾ നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒന്ന് ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുക്കുക. ബട്ടറാണെന്ന് വെച്ചാൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. നെയ്യും ബട്ടറൊക്കെ ഉണ്ടെച്ചാൽ ഞാൻ അതൊന്നും ചേർത്ത് കൊടുക്കണില്ല. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ഒരു പുറം ഒന്ന് മെലിഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ അധികം കനത്തിലും വേണ്ട, ഇന്ന് നല്ല കനം കുറച്ചിട്ടും വേണ്ട. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്ത് നോക്കണേ. അപ്പോൾ ഇതാ നമ്മൾ എളുപ്പത്തിൽ ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വെള്ളമൊക്കെ മഴയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് വെള്ളപ്പച്ചട്ടിയിലും നമുക്ക് ബൺദോശ പോലെയും ചുട്ടെടുക്കാം കേട്ടോ. പക്ഷേ അതിനേക്കാട്ടിലും കൂടുതൽ ടേസ്റ്റ് ഇതുപോലെ കഴിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മളിത് ചോറ് ചേർത്തിട്ടാണെന്ന് വെച്ചിട്ട് നമുക്ക് ഒരു മിണുമിണുപ്പും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഞാൻ അത് കാണിച്ചു തരാം നിങ്ങൾക്ക്. നല്ല ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾക്കിത് ഇഷ്ടമാവും കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ അതാ നമ്മൾ നല്ലോണം രണ്ടാമത്തത് ഇതുപോലെ ഒന്ന് ഒഴിച്ച് നല്ലോണം ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒരു 1.5 കയ്യിലൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിൽ കാണാൻ, അതേപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഞാൻ എങ്ങനെ ഇത് പറയാമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം പറയണേ. കണ്ടല്ലോ, നമ്മൾ രണ്ടാമത്തതും ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മളെല്ലാതും ചുട്ടെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മളിത് ചോറ് ചേർത്തതാണെന്ന് ഒരിക്കലും പറയില്ല കേട്ടോ. ആർക്ക് കൊടുത്താലും ഇത് ചോറ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കണമെന്ന് ഒരിക്കലും പറയില്ല. ഒരു മിണുമിണുപ്പോ ഒന്നുമില്ല കേട്ടോ. നമുക്ക് ഇത് നമ്മൾ കഴിച്ച് നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് ഇതിൽ ചോറ് ചേർത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയിരിക്കണമെന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആർക്ക് കൊടുത്താലും അവർ നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളൂ. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലും ഒക്കെ കൊടുത്ത് വിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.